എറണാകുളം കാക്കനാട്ടെ സീറോ മലബാർ സഭ ആസ്ഥാനത്ത് സന്ദർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നലെ രാത്രി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലുമായി വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തി. സീറോ മലബാർ സഭയുടെ സിനഡ് ചേരുന്നതിനിടെയാണ് ഈ കൂടിക്കാഴ്ച നടന്നത്. ബിപിൻ സി വിജയൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ബിപിൻ, ഈ സന്ദർശന ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞോ? ഇന്നലെ രാത്രി ഒരു 9:15 കൂടിയാണ് സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തിയത്. മൗണ്ട് സെന്റ് തോമസിൽ എത്തിയ അദ്ദേഹം ഏകദേശം 1 മണിക്കൂറോളം സമയം അവിടെ ചിലവഴിച്ചതിന് ശേഷമാണ് മടങ്ങിയത്. ഔദ്യോഗികമായിട്ടുള്ള പൈലറ്റ് വാഹനമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള വാഹനമോ ഒഴിവാക്കി തീർത്തും സ്വകാര്യമായിട്ടുള്ള ഒരു സന്ദർശനമായിരുന്നു ഇന്നലെ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അദ്ദേഹം അവിടെ എത്തിയതിനു ശേഷം അവിടെ ഇപ്പോൾ സീറോ മലബാർ സഭയുടെ സിനഡ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതായത് സീറോ മലബാർ സഭയുടെ പരമോന്നത ബോഡി ആണ് ഈ സിനഡ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട സഭാ വിഷയങ്ങളിലെല്ലാം തന്നെ തീരുമാനമെടുക്കുന്നത് സിനഡാണ്. ഈ സിനഡ് ചേരുന്നതിനിടയിൽ അങ്ങനെ രാഷ്ട്രീയ നേതാക്കളുടെ സന്ദർശനം അല്ലെങ്കിൽ അതിനെ അനുവദിക്കുന്നതൊക്കെ വളരെ അപൂർവമാണ്. ഇതിനിടയിലാണ് പ്രതിപക്ഷ നേതാവിനെ അനുവദിച്ചു എന്നുള്ളതും ഒപ്പം തന്നെ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിലുള്ള ഈ സന്ദർശനം വളരെ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നത് കൂടിയാണ്. ഒപ്പം ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രതിപക്ഷ നേതാവിന്റെ ഒരു സന്ദർശന സമയമായപ്പോഴേക്കും അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് മടങ്ങിയെന്നും അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഒരു ഔദ്യോഗികമായിട്ട് നടന്നിട്ടില്ല എന്നുള്ളതുമാണ് സഭയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു വിശദീകരണം. അതിൽ കുറച്ചുകൂടി കൃത്യമായിട്ടുള്ളൊരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. പക്ഷേ അദ്ദേഹം അവിടെ എത്തുകയും അവരുടെ അത്താഴ വിരുന്നിൽ പങ്കെടുക്കുകയും 1 മണിക്കൂറോളം ചെലവഴിച്ചു എന്നുള്ളതുമാണ്. ഇനി ഇതിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ JB കോശി കമ്മീഷന്റെ റിപ്പോർട്ട് നമുക്ക് സർക്കാരിന്റെ മുന്നിലുണ്ട്. അതിലെ ചില ശുപാർശകൾ നടപ്പാക്കുന്നില്ല എന്നുള്ള പരാതികൾ ഇതിനോടകം തന്നെ സഭാ നേതൃത്വങ്ങൾ പലതവണ പറഞ്ഞു കഴിഞ്ഞതാണ്. അക്കാര്യങ്ങളിലൊക്കെയുള്ള ഒരു ഉറപ്പാണോ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്? മറ്റൊന്നുള്ളത് ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് വേണ്ടത്ര ബലം കണ്ടില്ല എന്നുള്ളത് ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ അങ്ങനെ ഒരു അഭിപ്രായം നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് UDF-നൊപ്പം ഒരു സഭ കൂടെ ഉണ്ട് എന്നുള്ളതിനെ കുറച്ചുകൂടി അടിവരയിടുന്ന രീതിയിൽ പ്രതിപക്ഷ നേതാവിനെ സിനഡ് ഇടയിലേക്ക് തന്നെയുള്ള ഒരു ക്ഷണം, അതിന് കിട്ടുന്ന ഒരു സ്വീകാര്യത എന്നുള്ളത് തീർച്ചയായിട്ടും പറയാം. കൂടുതൽ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങൾ ഇതിൽ അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് SKN പ്രതീക്ഷിക്കേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.